ഹായ് നമസ്കാരം കൂട്ടുകാരി. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന മ്യൂസിയമായ ബ്രിട്ടീഷുകാർ പണ്ട് ജയിലായി കരുതിയിരുന്ന ഒരു ബേക്കൽ കോട്ട എന്ന് വിളിക്കുന്ന ഒരു പ്രധാന ഒരു കോട്ടയുടെ പരിസരത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 1925 1850 ഇടയിൽ ആണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. ആരും അന്നത്തെ കാലത്ത് കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നല്ല, ഈ കോട്ട ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ ഈ കോട്ട ഉണ്ടാക്കാൻ കൂടിയവരോ ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവരോ ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഏകദേശം 100-150 വർഷങ്ങളോളം പിന്നിട്ടിരിക്കുന്നു. ഇതിൻ്റെ മെയിൻ കവാടമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ആദ്യം ഇവിടെ ഒരു ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഗേറ്റ് പിന്നീട് വന്നതാണ്. നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു സോളാറിൻ്റെ ലൈറ്റ്, അതുപോലെ ബേക്കൽ കോട്ടയുടെ ഉൾഭാഗം, പിന്നെ വിസിറ്റേഴ്സ് ഇത് വായിച്ചിട്ട് ശേഷം മാത്രം. എൻ്റെ പൊന്നെ, എന്നാ ഉയരമല്ലേ! അന്നത്തെ കാലത്ത് ഒരു സാങ്കേതിക വിദ്യ ഒന്നും ഉണ്ടാകാതെ ഇരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഴിവുള്ള മനുഷ്യരായിരിക്കും. അകത്തേക്ക് പ്രവേശിക്കാം. 25 രൂപയോളമാണ് ടിക്കറ്റ് ഒരാൾക്ക്. ഇതുണ്ടോ സൈഡ്, നമുക്ക് പൂർണ്ണമായിട്ടും ചെങ്കല്ല്, പഴയ കാലത്തെ ചെങ്കല്ല്. ഇപ്പോഴും നമുക്ക് വെട്ടുകല്ല് കിട്ടും. അന്നത്തെ കാലത്തെ വെട്ടുകല്ല് പോലെയല്ല ഇന്നത്തെ. പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി. ഇവിടെ ഒരു അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർണാടകത്തിൻ്റെ അമ്പലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണിത്. അവിടെയും ഇങ്ങനെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് ആണ് നമ്മുടെ അൻവർ എന്ന് പറഞ്ഞ 2009 ഷൂട്ട് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന അൻവർ സിനിമയിലെ പ്രധാന ലൊക്കേഷനാണ് ഈ ബേക്കൽ കോട്ട, കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ഇവിടെ എത്തുമ്പോഴും നമുക്ക് സെക്യൂരിറ്റി ഓഫീസും എല്ലാം കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്രയും ഹൈറ്റുള്ള ഒരു ഗേറ്റ് നമുക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മതിൽക്കെട്ടിന് ഇങ്ങനെ ഫുള്ള് മതിൽക്കെട്ടിനോട് നടുക്കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഏകദേശം ഫല ഭൂയിഷ്ഠമായ സ്ഥലങ്ങളാണ് ബേക്കൽ കോട്ടയുടെ ഉൾഭാഗങ്ങൾ. എന്താ പൊന്നെ, കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാട്, നല്ല പശുവിന് മൃഗങ്ങളൊക്കെ തിന്നുന്ന നല്ല സ്വാദിഷ്ടമായ പുല്ലുകളൊക്കെ കാണുന്ന ഒരിടമാണ്. ചെറിയ പൊടിമഴ പെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് മഴ ശക്തമാകുന്നതിന് മുമ്പേ കണ്ട് തീർക്കണം. ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. ഇതാണ് നടപ്പാത. ഇതിൻ്റെ ഉള്ളിൽ
ആൾക്കാർ ബേക്കൽ കോട്ടയുടെ പ്രധാന ലൊക്കേഷനുകളിലായ ഒരു ഭാഗത്തേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത് പൂർണ്ണമായിട്ടും എങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ കയറണം, അല്ലാണ്ട് നമുക്ക് കഴിയില്ല. ഇത് പുരാതനമായ ഒരു കിണറാണ്. ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഡേറ്റ് നമുക്ക് കാണാം. N10 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് എന്നതാണെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. ആർക്കെങ്കിലും ഇത് മനസ്സിലാവുകയാണെങ്കിൽ ഈ എൻ്റെ നടുക്ക് വേറെ ഒരു സിമ്പലും കൂടെ ഉണ്ട്, അത് എന്നാണെന്ന് ഊഹിച്ചെടുക്കേണ്ടി വരും. ഇത് കമ്പി വലയിൽ തീർത്തിരിക്കുന്ന ഒരു കിണറാണ്. പഴയ ഒരു 100-130 വർഷങ്ങൾ പിന്നിട്ട ഒരു കിണറാണ്. പുരാതന വകുപ്പ് ഇത് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് പ്രധാന ലൊക്കേഷനുകളായ ബേക്കൽ കോട്ടയുടെ ഫുള്ള് ചരിത്രാവശേഷിപ്പുകൾ മുഴുവൻ ഇവിടുന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ഇവിടെ മുഴുവൻ കാടാണ് കാണുന്നത്. ഫുള്ള് സഞ്ചാരികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് സമയവും ഇവിടെ സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന ഒരിടമാണ്. ലോകത്ത് മുഴുവൻ പേര് കേട്ട ഒരു സംഭവമാണ് ബേക്കൽ കോട്ട. ഇതൊരു വഴിയാണ് കാണുന്നത്. ഈ വഴി എന്ത് വഴിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് തിരിയാൻ ഗൈസ്. ഏകദേശം ഷൂട്ടിങ്ങിൻ്റെ അൻവർ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പ്രധാന ലൊക്കേഷനായ എന്ത് കളിക്കാൻ പാട്ട് ഇവിടെ നമുക്കൊരു വലിയ ഒരു ഗർത്തം പോലെ കാണാനായിട്ട് സാധിക്കും. ഈ ഗർത്തം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു അവിടെ പോയി നോക്കേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഈ തടവുകാർ കുളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവിടെ പാർത്ത ഭരണാധികാരികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതുക്കുളമാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് പണ്ട് ഒരു പഴയ തടവുകാരെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ശരീരം വൃത്തിയാക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പണിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറിൽ വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണെന്നാണ് നമുക്ക് സങ്കല്പിക്കാം. ഇതാണ് നമ്മൾ പ്രധാന പാതയായ അൻവർ സിനിമയുടെ അങ്ങോട്ട് കയറുകയാണ്. ഇങ്ങനെ ചെങ്കുത്തായ ഒരു ഗൈസ് നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു. കടലിൻ്റെ പ്രധാന ദൃശ്യങ്ങളായ നമ്മൾ ബേക്കൽ ബീച്ച് കാണാനായിട്ട് ഇങ്ങനെ എൻ്റെ പൊന്നെ
അറബിക്കടലിൻ്റെ വശ്യസുന്ദര നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് നമുക്ക് മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു മടുപ്പ് തോന്നുന്നു. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഗൈസ്. ഫുള്ള് ഇവിടെയൊക്കെ പണ്ടൊക്കെ എന്തായിരുന്നെന്ന് നമുക്ക് ഒന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. കാരണം കടൽ കിടക്കുന്ന കണ്ടോ ഗൈസ്? കടൽ ഫുള്ള് കടലാണ് കാണുന്നത്. ഇത് കാണുന്നവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് ഇത് കാണാനായിട്ട് മറുപടി പറയാൻ പറ്റില്ല. എൻ്റെ ഫോണിൽ മാക്സിമം ഇത്രയും ആണ് കിട്ടുക. ബേക്കൽ കോട്ടയുടെ ദൃശ്യങ്ങൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഷൂട്ട് ചെയ്യുന്നത് നല്ല ഏകദേശം എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കുക. ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാനുള്ളൂ. ഈ ലോകം മുഴുവൻ നമുക്ക് കണ്ടു തീർക്കേണ്ടതുണ്ട് നമ്മുടെ ഈ എളിയ ജീവിതത്തിൽ. വെറും 100 രൂപയുമായിട്ടാണ് ഞാൻ ഈ ബേക്കൽ കോട്ട കാണുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. ആർക്കെങ്കിലും എന്നെപ്പോലെ ഇങ്ങനെ ഈ തിരക്ക് പിടിച്ച അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ജീവിതത്തിലും ഇവിടെ എത്താൻ കഴിയുക എന്നത് വളരെ ഒരു ഏകദേശം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം ഈ ഒരു ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരു 100, 200, 250 ഏക്കറോളം സ്ഥലത്ത് പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. കടലിൽ നിന്നും ആരെങ്കിലും ശത്രുക്കൾ ഈ ബ്രിട്ടീഷ് ഭരണത്തെ തോൽപ്പിക്കുന്നതിനായിട്ട് കയറി വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായിട്ട് അവിടെ ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ടവറുകളിൽ ഒരു ടവറാണ് ഈ കാണുന്നത്. വേറെ ടവർ അവിടെ തന്നെ ഉണ്ട്. അവിടെ അന്നത്തെ കാലത്തെ തോക്കു പിടിച്ച് ബ്രിട്ടീഷിലെ സൈനിക ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിച്ചിരുന്നു. കടലിൽ കൂടി ശത്രുക്കൾ ആരെങ്കിലും നമ്മളെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരത്തെ തകർക്കുന്നതിന് വേണ്ടി ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അങ്ങോട്ട് നമുക്ക് ഇപ്പോൾ പോകുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം അനുവാദമില്ലാത്തത് കൊണ്ടാണ്. ഏകദേശം നല്ലൊരു ലൊക്കേഷനുകൾ നമ്മൾ സന്ദർശിച്ച് അത് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ
നമ്മൾ അടുത്ത സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി പെട്ടെന്ന് കണ്ടു തീർക്കണം. അതാണ് സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓടി 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 തീർക്കാം. അടുത്ത ടവറാണ് ഈ കാണുന്നത്. നമ്മൾ മുകളിലേക്ക് യാത്ര. ഇവിടെ കമ്പിവേലി ഇട്ടിട്ടുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ തകർച്ചയുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ടാണ് പ്രവേശനമില്ല എന്ന അറിയിപ്പോട് കൂടിയാണ് ഇവിടെ കമ്പി ഇട്ടിരിക്കുന്നത്. ഇത് ഒരു കോട്ട പോലെ എന്തോ പണിത് വെച്ചിരിക്കുന്നതാണ്. എന്താണെന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഒരു ജനൽപ്പൊത്തുണ്ട്, അത് നമുക്ക് കാണാം. ഗൈസ്, നമുക്കത് ഭാഗ്യമില്ല, എന്തോ തുണി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെയും തുണി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ തടവുകാരെ ഇത് തൂക്ക് എന്താണെന്നൊരു പിടുത്തമില്ല. ഈ കുറ്റവാളികളെ, അതായത് കൊലക്കയർ, അതായത് തൂക്കുകയർ ആണെന്നാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സങ്കല്പിക്കാം. കാണുന്നതിനായിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന്. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഫുള്ള് ഇരുണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണെന്ന് കാണാനായിട്ട് ഇവിടെ നോ അഡ്മിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഗേറ്റ് ഉണ്ട്. എന്തോ ഒരു അന്നത്തെ എന്തോ പ്രാർത്ഥനാ ഹാളെങ്ങാണ്ടാണ് അന്നത്തെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന. ഇതിൻ്റെ വർഷം നമുക്ക് ഇത് നിർമ്മിച്ച ഒരു വർഷം ഇത് കാണാനായിട്ട് സാധിക്കില്ല ഗൈസ്. ഇതിൻ്റെ ഉൾഭാഗം എന്താണെന്ന് അറിയത്തില്ല. നോ അഡ്മിഷൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ലക്ഷ്യം നമ്മുടെ അടുത്ത കാഴ്ചയാണ്. എന്താണെന്ന് നമുക്ക് കാണാം. വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് ഓടുകയാണ് ഗൈസ്. മഴയാണ്, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി പെട്ടെന്ന് തിരിച്ചെത്തണം എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത്. കടലിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇരിപ്പിടങ്ങളുണ്ട്. അടുത്ത ടവർ, അതായത് സെക്യൂരിറ്റി ടവറിലേക്കാണ് നമ്മുടെ പ്രവേശനം. ഇവിടെയും ഇതുപോലെ ബ്രിട്ടീഷ് ഭടന്മാർ തോക്കും ചൂണ്ടി കടലിൽ നിന്ന് ആരെങ്കിലും അക്രമകാരികളോ ശത്രുക്കളോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇവിടെ നിന്ന് നിരീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. കടലിൻ്റെ മനോഹരമായ വശ്യദാരുത നമുക്ക് പകർത്തിയെടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ആകാശത്തൊട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയാവുകയാണ്. വന്ന വഴിയിലൂടെ വേറെ ഒരു വഴി അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വഴി എന്താണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടോ ഒരു പോകുന്ന വഴി, അത്രേ ഉള്ളൂ. ഇത് എന്ത് തുരങ്കമാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പൂട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയാണ് അതിൻ്റെ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ലക്ഷ്യമാക്കി നടക്കുകയാണ്. അടുത്ത ബ്രിട്ടീഷ് ഭടന്മാർ കാവൽ നിന്നിരുന്ന ഒരു ടവറിലേക്കാണ് നമ്മുടെ അടുത്ത പ്രവേശനം. ഇവിടെയും കമ്പി വെച്ചിട്ടുണ്ട്. പ്രവേശനം തടഞ്ഞിരിക്കുന്ന ഒരു സൂചനയാണ് ഈ കമ്പിയുടെ അർത്ഥം. നമ്മൾ ചാടി കിടക്കുകയാണ്. കടലിൻ്റെ മനോഹരമായ വശ്യഭംഗി. നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഫുൾ ചുറ്റുമതിലുകളോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയുടെ ഏകദേശം 75% നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. നിരോധിച്ചിരിക്കുന്ന മേഖലകളിൽ കൂടി നമ്മൾ നടന്നു കഴിഞ്ഞു. നമ്മൾ അടുത്ത ലക്ഷ്യം കാണുന്നതിന് വേണ്ടി നമ്മൾ ഓടുകയാണ് ഗൈസ്. ഫുള്ള് മതിൽക്കെട്ടുകളാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കാടുകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പച്ചപ്പുൽ, തെങ്ങ് നമ്മൾ ആസ്വദിച്ച് അടുത്ത ലൊക്കേഷൻ നോക്കി പോവുകയാണ്. ഫുള്ള് ചെങ്കല്ലാണ് പാകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ടൈലുകൾ വീടിൻ്റെ മുറ്റത്ത് പാകിയിരിക്കുന്നത് പോലെ ചെങ്കല്ല് പാകിയിരിക്കുന്ന ഒരു കോട്ടയാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ കോടികൾ വിലപിടിപ്പുള്ള ഒരു മേഖലയായിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ മേഖലയെ കണ്ടിരുന്നത്. അതുകൊണ്ട് ഫുള്ളും മതിൽക്കെട്ടുകൾ. ഇതെന്തിനാണ് ഈ കോട്ട ഉപയോഗിക്കുന്നത് എന്ന് അന്നത്തെ ഭരണാധികാരിമായ ബ്രിട്ടീഷ് വൈസ്രോയിമാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇന്ത്യയിലെ മൂല്യവർദ്ധിത വസ്തുക്കളായ ചുക്ക്, കുരുമുളക്, ഏല, കാപ്പി, കച്ചോലം, അങ്ങനെ ഇന്നത്തെ കോടികൾ വില വരുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങളും അവർ ഇവിടെ 100 കൊല്ലത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് ബോട്ടുകളിലും കപ്പലുകളിലുമായി ഈ കടൽ കടത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഫുള്ള് കടലിൻ്റെ പ്രധാന ദൃശ്യഭംഗിയിലേക്ക് നമ്മൾ കയറുകയാണ്. മതിൽക്കെട്ടിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ കടൽ ദൃശ്യമായി വരുന്നു. ആർത്തിരമ്പുന്ന തിരമാലകൾ, അതിൻ്റെ ഇടയിൽ 2-3 മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി ചൂണ്ടയിൽ ഇര കോർക്കുന്നതിനുള്ള ശ്രമത്തിലാണ്.
ഇവിടെയും നമുക്ക് കാണാം ഒരാൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം കടലാണ് ഗൈസ്. ഇവിടെയും ഒരാൾ ഇരിപ്പുണ്ട്. ഒരാൾ മീൻ പിടിക്കുന്നതായിട്ട് നമുക്ക് ദൃശ്യത്തിൽ കാണാം. സ്വന്തം സുരക്ഷ കവർ ചെയ്താണ് മീൻ പിടിക്കുന്നത്. റെയിൻകോട്ടൊക്കെ ധരിച്ച് മഴ കൊള്ളാതെ കടലിൽ നിന്നുള്ള ഉപജീവന മാർഗമായ മീനെ തേടി അവർ ചൂണ്ടയെറിയുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൃശ്യഭംഗി ആസ്വദിക്കാം. ഓക്കെ ഗൈസ്, ഇതിനൊരു പരിധിയുണ്ട്. നമ്മൾ ഒരു വലിയ ടവറിൻ്റെ ആർക്കും പ്രവേശനമില്ലാത്തൊരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. ആരുടെയും കണ്ണിൽപ്പെട്ടാൽ നമ്മൾ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ആ തൊഴിലാളി എന്തോ എറിയുകയാണ്. പക്ഷേ യാത്രയാക്കി നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. പിന്നെയും ചെങ്കൽ വിരിച്ച പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഓടുകയാണ്. 6 മണിക്കുള്ളിൽ എല്ലാം കണ്ടു തീർക്കണം. 150ഓളം ഏക്കർ പരന്ന് കിടക്കുന്ന ഒരു മേഖലയാണിത്. അടുത്ത ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ തോക്കുമായി നിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. ഇവിടെ നിന്നാൽ പടിഞ്ഞാറേ അതിർത്തിയിൽ നിന്നും കടലിൻ്റെ ഉൾത്തട്ടിൽ നിന്നും ആരെല്ലാം കടലിലൂടെ ഈ കോട്ടയിലേക്ക് അതിക്രമിച്ച് കടക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരാൾ അവിടെ ഇരുന്ന് തിരയെണ്ണുന്നുണ്ട് ഗൈസ്. മീൻ പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും പുള്ളി എത്ര തിരയെണ്ണുകയാണെന്നാണ്. തമാശയാണ്. ജീവിതത്തിൽ തമാശയൊക്കെ വേണ്ടേ. ആർത്തിരമ്പുന്ന തിരമാല. എൻ്റെ ദൈവമേ ആണ്. ഇതെന്ത് കെട്ടിടമാണെന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ബ്രിട്ടീഷുകാരുടെ എന്തോ ഒരു അന്നത്തെ കാളവണ്ടിയോ കുതിരവണ്ടിയോ എന്തോ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. എവിടെയും ഇത് നിർമ്മിച്ച ഡേറ്റ് നമുക്ക് കാണാനില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം മാത്രമേ കാണാനുള്ളൂ. പഴക്കം ചെന്ന് കഴുക്കോലൊക്കെ പൊട്ടി ഓടൊക്കെ ഉള്ളിലേക്ക് നീങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് പല കെട്ടിടങ്ങളും. ഇവിടെ എന്തോ ഒരു സംഭവത്തിൽ ടോയ്ലറ്റാണ് കാണുന്നത്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഹനീസ സഖാവ് ചിരു രക്തസാക്ഷി മണ്ഡപം ലാൽ സലാം സൂറ ബോയ്സ് ആലക്കാട്. അന്നത്തെ ഓടിൻ്റെ പ്രത്യേകത നോക്ക് ഗൈസ്. എനിക്ക് ചതുരത്തിലുള്ള ഓട് നോക്കി. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഓടുകളൊന്നും നമുക്ക് കാണുവാനോ പരിചയപ്പെടാനോ സാധിക്കില്ല.
ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഉമാ ടൈൽ കമ്പനി മംഗളൂർ. ഉമാ ടൈൽ കമ്പനി മംഗളൂർ, മംഗലാപുരത്തെ ഉമാ ടൈൽസ് ആണ് ഈ ഓട് നിർമ്മിച്ച. അവിടെ നിന്നാണ് ഇത് കയറ്റി ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ്, ഞാൻ പിടിച്ചിരിക്കുന്ന 2 ഓട് താഴെ പോയി ഗൈസ്. യാത്ര തുടരുകയാണ് ഗൈസ്. കടലിൻ്റെ വിദൂര ദൃശ്യ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും കെട്ടിടങ്ങൾ കാണാം. കെട്ടിടത്തിൻ്റെ മണ്ടയിൽ ഇത് നമ്മുടെ ഈ വാട്ടർ ടാങ്കൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കരുതേണ്ടത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിനൊന്നും അല്ല ഇത് നിർമ്മിച്ചിരുന്നത്. ഇത് കേരളത്തിലെ ഒരു 1910-നും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 1999-നും 20-ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു കെട്ടിടമാണ്. ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ല. സാധാരണ ഓടാണ് കാണുന്നത്. നമ്മളിപ്പോൾ വീട് പണിക്ക് ഉപയോഗിക്കുന്ന ഓടാണ്. പക്ഷേ ഈ കെട്ടിടത്തിൽ, അതിൻ്റെ അപ്പുറത്തുള്ള കെട്ടിടത്തിൽ ഓട് നിർമ്മിച്ചിരിക്കുന്നത് മംഗളൂർ ഉമാ ഫാക്ടറിയിലെ ഓട് കമ്പനിയിലെ ഓടാണ്. മഴകൾ നമ്മളെ തുണയ്ക്കുകയില്ല. മഴ ആർത്തിരുമ്പ്. നമുക്ക് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഓട്ടം തുടരാം. അതിൻ്റെ വിദൂര ദൃശ്യഭംഗി, നല്ല കാറ്റ് വീശുന്നു, നല്ല പടിഞ്ഞാറൻ കാറ്റ്. ഉള്ളിൽ കൂടി നമുക്ക് കാണാം. ഇവിടെയും കടലിൻ്റെ വന്യ മനോഹാരിത നമുക്ക് ആസ്വദിക്കാം. ഉള്ള് മതിൽക്കെട്ടുകളാൽ നിർമ്മിതമായ ബേക്കൽ കോട്ടയുടെ മനോഹര ദൃശ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ിലൂടെ നിങ്ങൾക്ക് കാണാം. 1907 കാലഘട്ടത്തിലാണ് ഈ ടൈൽസ് പാകിയിരുന്നത്. ഇതുണ്ടോ, എൻ്റെ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ദൃശ്യം നമ്മുടെ താഴേക്കുള്ള വഴിയാണ്. ഇതും ചെങ്കല്ലുകളാൽ നിർമ്മിതമായിരിക്കുന്ന സൈഡ് ഭിത്തികൾ ചെങ്കല്ലുകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ദൃശ്യ മനോഹാരിതയെ ആണ് നമ്മൾ ആസ്വദിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെയും നമ്മൾ കോട്ടയുടെ വേറൊരു ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കാണുകയാണ് അടുത്തത് കാണാൻ നമ്മൾ നമ്മൾ മതിൽക്കെട്ടുകൾ ദൃശ്യ ചാരുത വൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആസ്വദിച്ച് നടക്കുകയാണ് ഗൈസ്. ഓട്ടം തുടരുകയാണ്. ഇവിടെ 2 ചാര ബെഞ്ചുണ്ട്.
കാണാനായിട്ട് സാധിക്കുക. എന്താണെന്ന് നമുക്കറിയത്തില്ല. അടുത്ത ടവറാണ്. ഈ ഓരോ ഹോളുകൾ നമ്മൾ എന്താണ് അതിൻ്റെ ആ ഹോളുകളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശത്രുക്കളെ തടയുന്നതിന് വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. മഴയോട് മഴ, മഴ തന്നെ മഴ. കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ പിന്നെയും തുടരുകയാണ് യാത്ര. വന്നത് എവിടെയാണോ, ഈ കോട്ടയിലേക്ക് പ്രവേശിച്ചത് എവിടെയാണോ ആ ഒരു ഭാഗം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്. മതിൽക്കെട്ടുകളാൽ നിർമ്മിതമായ കോട്ടയുടെ ലാസ്റ്റ് ടവറാണ് നമ്മൾ കാണുന്നത് ഗൈസ്. ഇതിൽ നമുക്ക്